ഈ ഒരു പൽക്കാലം വലവനായ ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനുമായിട്ട് നമുക്ക് ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മളായിരുന്ന വിവിധമായ സ്ഥാനങ്ങളിൽ നമ്മെ ദൈവം കാക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അവൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഈ വേദിയിൽ ഞാൻ കയറി നിന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏറിയ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇവിടെ കയറി നിൽക്കുന്നത്. വീണ്ടും അതിന് ദൈവം അവസരം ഒരുക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് തൽക്കാലം വചന ശുശ്രൂഷ ഇങ്ങനെ ചെയ്യുവാൻ കഴിയുമോ എന്ന് ഞാൻ വിഷമിച്ച കാലഘട്ടങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അതറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ദൈവസേനയിൽ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവരും എൻ്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് ഒരു 2.5 വർഷത്തോളം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയി. സംസാരിക്കാൻ കഴിയാതെ വണ്ണം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അത് തന്നെ ആഹാരത്തിനും കഴിക്കുന്നതിനും അങ്ങനെയൊക്കെയുള്ള വലിയൊരു പ്രയാസത്തിൽ കൂടി കടന്നുപോയി. എങ്കിലും ദൈവം നല്ലവനാണ്, വിശ്വസ്തനാണ്, ദൈവം മാറാത്തവനാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആ കാലഘട്ടങ്ങളിലൊക്കെയും ദൈവസന്നിധിയെ പ്രാർത്ഥിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് എനിക്ക് ഇടയായിക്കും. ആ ദിവസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വേദഭാഗം ഞാൻ ഓർക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് വായിക്കാൻ എന്തുകൊണ്ട് ദൈവം എന്നെ ആ നിലയിൽ ധൈര്യപ്പെടുത്തിയ ഒരു വാക്യമാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എൻ്റെ പ്രസംഗ വിഷയം ഇതല്ല, എന്നാൽ തന്നെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ വായിക്കുന്നത്, ത്രോഫിമോസിനെ ഞാൻ മെലീത്തിൽ രോഗിയായിട്ട് വിട്ടേച്ച് പോകും. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്ന അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ത്രോഫിമോസിനെ ഞാൻ മെലീത്തിൽ രോഗിയായിട്ട് വിട്ടേച്ച് പോകും. നമുക്ക് കാണുവാനായിട്ട് ഈ ത്രോഫിമോസ് പൗലോസിന്റെ ഒരു കൂട്ടുവേലക്കാരനായിരുന്നു. എന്നാൽ താൻ രോഗിയായിട്ട് ഈ പൗലോസ് തന്നെ മെലീത്തിൽ വിട്ടേച്ചു പോകുന്നെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പൗലോസിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത് താൻ രോഗശാന്തി പരമുള്ള ഒരു ദൈവദാസനായിരുന്നു. കാരണം യൂത്തിക്കോസിനെ മരിച്ചവനായിട്ട് എടുത്തുകൊണ്ട് വന്നപ്പോൾ അവനെ ജീവിപ്പിച്ചവനായ ഒരു മനുഷ്യനാണ് ഈ പൗലോസ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ പൗലോസ് ഇവിടെ ഈ തൻ്റെ കൂട്ടു സഹോദരനെ രോഗിയായിട്ട് വിട്ടേച്ച് പോയി? അത് മാത്രമല്ല, അവിടെ നാം കാണുവാനായിട്ട് കഴിയുന്നതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ. ഈ ലൂക്കോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ ലൂക്കോസ് വൈദ്യനാണ്. വൈദ്യനായ ലൂക്കോസ് എന്നാണ് നമുക്ക് ലൂക്കോസിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വൈദ്യനായ ലൂക്കോസ് എന്നോടുകൂടെ ഉണ്ടായിരുന്നിട്ടും പൗലോസിന് രോഗശാന്തി വരം ഉണ്ടായിരുന്നിട്ടും ഈ പൗലോസ് എന്തുകൊണ്ട് തൻ്റെ കൂട്ടുവേലക്കാരനായ ഈ ദൈവദാസനെ രോഗിയായിട്ട് വിട്ടേച്ചു പോയി? നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? ദൈവം ഒരിക്കലും എല്ലാ രോഗങ്ങൾക്കും അപ്പോൾ തന്നെ സൗഖ്യം നൽകുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കേണ്ടതായ കാര്യമില്ല. എന്നാൽ ദൈവം അനുവദിക്കുന്ന ചില രോഗങ്ങൾക്ക് അത് ദൈവത്തിന്റെ സമയത്ത് മാത്രമേ സൗഖ്യം ലഭിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് നാം ജീവിക്കുന്ന ഈ ആത്മീയ ഗോളത്തിൽ നാം കാണുന്നത് പെട്ടെന്നുള്ള രോഗശാന്തി. പെട്ടെന്ന് നമുക്ക് എവിടെയും കാണും. രോഗശാന്തിയുടെ ഒരു വലിയ ബഹളത്തിലാണ് നാം ഇന്ന് വിശ്വാസലോകം കാണുന്നത്. ഒരു സൗഖ്യമാക്കുക, അനേകർ എഴുന്നേൽക്കുന്നു, ഓടുന്നു, കാല് വയ്യാത്തവർ ഓടുന്നു, അങ്ങനെ പലവിധമായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വാക്യഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, വൈദ്യനായ ലൂക്കോസ് എന്നോട് കൂടെ ഉണ്ടായിരുന്നിട്ടും രോഗശാന്തി വരം ഉണ്ടായ പൗലോസ് തന്റെ കൂട്ടുവേലക്കാരനെ രോഗിയായിട്ട് വിട്ടേച്ചേ പോയി. കാരണം എന്താണ്? ദൈവത്തിന്റെ സമയത്ത് അത് ദൈവത്തിന്റെ നിശ്ചയപ്രകാരമുള്ള ഒരു രോഗമായിരിക്കാം. അത് ദൈവത്തിന് മാത്രമേ അവനെ സൗഖ്യമാക്കുവാനായിട്ട്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അവിടെ നടക്കുകയില്ല എന്നുള്ളത് ഇത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ വേദഭാഗം എന്നെ വളരെയധികം ധൈര്യപ്പെടുത്തി. പലപ്പോഴും വേദനയുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. ഈ വേദഭാഗം നമ്മെ ആശ്വസിപ്പിക്കും. കാരണം രോഗശാന്തി വരവുള്ള പൗലോസ് തന്റെ വേലക്കാരനെ രോഗിയായിട്ട് വിട്ടേച്ചു പോയെന്നുള്ള വാക്യം നമ്മെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. മാത്രമല്ല, ഇന്ന് മഴക്കാലം നമുക്കൊരിക്കൽ കൂടി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകി. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ മനുഷ്യ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ
മനുഷ്യന്റെ സൃഷ്ടിയുടെ ആ ലക്ഷ്യം തന്നെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിക്കുക, അതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യൻ പാപം മൂലം ദൈവസന്നിധി വിട്ട് അകന്നു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനെ ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ പരമസമ്പന്നനായിരുന്നിട്ടും ഈ ലോകത്തിലൊരു ദരിദ്രനായിട്ട് അവതരിച്ച് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ട് കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യാഗമായി തീർന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ആ യാഗം മൂലം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ യാതൊരു അർഹതയുമില്ലായിരുന്നു നമ്മെ ദൈവം അതിന് യോഗ്യതയുള്ളവരാക്കി തീർത്തു. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഈ ദൈവസന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോരുത്തർക്കും അവസരം നൽകിയിരിക്കുകയാണ്. ദൈവത്തെ ഞാൻ അതിനുവേണ്ടി മഹത്വപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ പുരുഷന്മാരുടെയൊക്കെ ജീവിത ചരിത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അവർ പറയുകയാണ്, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നുണ്ട്. ആദ്യം മുതലുള്ളതും ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ നോക്കിയതുമായ ജീവന്റെ വചനം. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിനെ കുറിച്ച് പറയുന്നത്. ഞങ്ങൾ അവനെ കണ്ടതാണ്, ഞങ്ങൾ അവന്റെ ജീവനുള്ള സാക്ഷികളാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ അന്ത്യത്തോളം കർത്താവിന് വേണ്ടി നിലകൊള്ളുകയും ആ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത് അവരൊക്കെയും രക്തസാക്ഷികളായിട്ട് മരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് ആ ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരെ ആ നിലയിൽ ഒരു മരണം പ്രാപിക്കുവാനായിട്ട് അവർ കഴിഞ്ഞു. ഏതെല്ലാം പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ വേളയിലുമൊക്കെ അവർ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ചു. കാരണം അവൻ അവരോടുകൂടെ നടന്നതാണ്. അതുകൊണ്ടാണ് അവർക്കത് സാധ്യമായി തീർന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് ജീവിപ്പാനും ആ നിലയിൽ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഓരോ ദിവസവും കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതം നയിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത് മാത്രമാണ് ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുമാത്രമേ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരു മാർഗം അത് മാത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം പ്രിയമുള്ളവരെ, അതുകൊണ്ട് വരും ദിവസങ്ങളിലൊക്കെ ഈ അന്ത്യകാലത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലത്തെ അപേക്ഷിക്കാൻ നോക്കുമ്പോൾ എത്രയോ ദുർഘടമായ ഒരു അവസ്ഥയിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രമാത്രം ദുർഘടമാണ് ഇന്ന് ലോകത്തിൽ നാം കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് മനുഷ്യന് സമാധാനമില്ലാത്തവരായിട്ട്, സന്തോഷമില്ലാത്തവരായിട്ട് ഓരോ ദിവസവും തങ്ങളുടെ സമയങ്ങളൊക്കെയും ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മധ്യത്തിൽ ദൈവത്തിലുള്ള ഏകമായ പ്രത്യാശ മാത്രമാണ് നമുക്ക് ഈ ലോകത്തിൽ ധൈര്യത്തോടുകൂടി ജീവിപ്പാനും ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിപ്പാനുമായിട്ട് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചും അവന് വേണ്ടി ജീവിച്ചും കൊണ്ട് നമ്മുടെ ജീവിതം ആ നിലയിൽ തുടരാൻ തന്നെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കിന്ന് ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു. നാം എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായം 12-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സസ് 26 to 29. അവന്റെ ശബ്ദം വന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തതെന്ന് കേൾക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇവിടെ നാം വായിച്ചു കേട്ടതായ ഭാഗം ഇതിന്റെ 28-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ആകയാൽ എന്നുള്ള ഒരു പദത്തോടു കൂടിയാണ്. ഇതിന്റെ 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആകയാൽ എന്നുള്ള പദത്തോടു കൂടിയാണ്. അപ്പോൾ 12-ാം അധ്യായം തുടങ്ങുന്നത് 11-ാം അധ്യായത്തിന്റെ തുടർച്ചയാണെന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ അതിന്റെ തുടർച്ചയാണെന്ന് ഈ ആകയാൽ എന്നുള്ള പദം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായിട്ട് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ ജീവിക്കുക. ഇന്ന് രാവിലെ സമയം നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഏക കാര്യമെന്ന് പറയുന്നത് നാം ഒരു ഇളകാത്ത രാജ്യം പ്രാപിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഇളകുന്നതായ ഒരു രാജ്യത്താണ്. അപ്പോൾ ഈ ഇളകുന്ന രാജ്യത്ത് നാം വസിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഇളകാത്തതായ ഒരു രാജ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നാം ഓടുന്നത്. നമ്മളെ ഒരു ഓട്ടക്കളത്തിൽ ദൈവമാക്കിയിരിക്കുകയാണ്. ആ ഓട്ടക്കളത്തിൽ നാം ഓടുമ്പോൾ
ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഞാൻ നിൽക്കുന്നത് ഇടകുന്നതായ ഒരു രാജ്യത്താണ്, ഞാൻ നിൽക്കുന്ന പ്രശ്നങ്ങളുള്ളതായ ഒരു രാജ്യത്താണ്, ഞാൻ നിൽക്കുന്ന പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉള്ളതായ ഒരു രാജ്യത്താണ്. മുൻപോട്ട് പോകുവാനായിട്ട് കഴിയാതെ വണ്ണം, മുൻപോട്ട് ജീവിക്കുവാൻ കഴിയാതെ വണ്ണം പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഉള്ളതായ ഒരു ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഞാനും നിങ്ങളും ഇളകാത്തതായ ഒരു രാജ്യം പ്രാപിക്കുവാനായിട്ട് പോവുകയാണ്. അതാണ് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഇളകാത്തതായ രാജ്യം നാം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? നാം ഒരു ഓട്ടക്കളത്തിൽ നമ്മെ ദൈവം നിർത്തിയിരിക്കുകയാണ്. അതാണ് നമുക്ക് ഒന്നാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. നാം ഒരു ഓട്ടക്കളത്തിൽ നമ്മെ ദൈവം നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇളകാത്തതായ രാജ്യം നാം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം ഒരു ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ ആ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടണമെന്ന് നമുക്ക് എന്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. അവിടെ എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവിടെ പറയുന്നത്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഇളകാത്ത രാജ്യം പ്രാപിക്കുവാനായിട്ട് ഞാനും നിങ്ങൾ ഓടുകയാണ്. നമ്മളെ ഓട്ടക്കളത്തിൽ ദൈവമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇളകാത്ത രാജ്യം ഞാനും നിങ്ങളും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓട്ടം നമ്മളെ സ്ഥിരതയോടെ ഓടണം. എങ്കിൽ മാത്രമേ ഇളകാത്തതായ ഒരു രാജ്യം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടേണ്ടതായ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഈ ഓട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ ഓട്ടക്കളത്തിൽ നാം സ്ഥിരതയോടുകൂടി ഓടണം. എന്നാൽ ട്രാക്ക് തെറ്റി ഓടുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസ ലോകത്തിൽ സ്ഥിരതയോടെ ഓടാതെ വണ്ണം തങ്ങൾക്ക് ലഭിച്ച വിളിയുടെ അനുസരിച്ച് അവർ അത് ഓടുവാൻ കഴിയാതെ വണ്ണം ട്രാക്ക് തെറ്റി ഓടുന്ന അനേകരെ നമുക്ക് ഈ നാടുകളിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ ഈ ലേഖനകർത്താവ് പറയുന്നത്, നിങ്ങൾ ഇടകാത്ത രാജ്യം നിങ്ങൾക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തെ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടക്കളത്തിൽ നിങ്ങൾ സ്ഥിരതയോടുകൂടി ഓടണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഈ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് പറഞ്ഞിരിക്കുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. അപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഈ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടണമെന്നുണ്ടെങ്കിൽ സകല ഭാരവും വിട്ടിട്ട് ഓടണം. ഭാരം വെച്ചുകൊണ്ട് ഓടുവാനായിട്ട് സാധിക്കുകയില്ല, ഭാരം എടുത്തുകൊണ്ട് നടക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഓട്ടം നാം സ്ഥിരതയോടുകൂടി ഓടണമെന്നുണ്ടെങ്കിൽ സകല ഭാരവും വിട്ടിട്ട് നാം ഓടണം. അത് എവിടെയാണ് ഇടേണ്ടത്? നമുക്ക് ഈ ലേഖനങ്ങളിലൊക്കെ വായിക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ സകല ഭാരങ്ങളും കർത്താവിലിട്ടുകൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എന്റെ പേരിട്ടുകൊള്ളുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്ന ഏക കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സകല ചിന്താകുലങ്ങളും കർത്താവിലിടണം. കർത്താവിൽ സകല ചിന്താകുലങ്ങളും, നമ്മുടെ ആകുല ചിന്തകളും, നമ്മുടെ ഭാരങ്ങളും, നമ്മുടെ പ്രയാസങ്ങളും കർത്താവിൽ വെച്ചുകൊണ്ട് മുൻപോട്ട് ഓടുവാൻ കഴിയുന്നുവെങ്കിൽ ഈ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടുകൂടി ഓടുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും. അങ്ങനെയല്ല എങ്കിൽ തീർച്ചയായിട്ടും നാം പരാജയപ്പെടുവാനായിട്ട് പോവുകയാണ്. ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടാത്ത അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം അവരുടെ ഓട്ടക്കളത്തിൽ അവർ വീട് പോയതായ അനേകരെ നമുക്ക് ഈ നാടുകളിൽ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിന്റെ സകല ഭാരങ്ങളും സകല പ്രയാസങ്ങളും സകലപരമായ ആ പ്രതിബന്ധങ്ങളും നമ്മൾ കർത്താവിലിട്ടുകൊണ്ട് മുൻപോട്ട് ഓടേണ്ടതായ ആവശ്യമില്ല. എങ്കിൽ മാത്രമേ മുൻപോട്ട് ഓടിക്കൊണ്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നതായ ആ ബിരുദം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇളകാത്തതായ രാജ്യം നാം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടക്കളത്തിൽ നാം സ്ഥിരതയോടുകൂടി ഓടണം. രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുറുകെ പറ്റുന്ന സകല പാപങ്ങളും വിടണം. അതുപോലെ വളരെ പ്രയാസമുള്ളതായ ഒരു കാര്യമാണ്. ചില പാപങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ എന്താണ് പറയുന്നത്, അതിനെ ഈ ഒരു കാര്യമുണ്ട്, എന്താ ഒരു മീനുണ്ട്, എന്താ അത് പറയുന്നത്, ഈ 4 മണിക്കൂറും ഇങ്ങനെ വാറുള്ള ഒരു മീനുണ്ടല്ലോ, അത് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില മുറുകെ പറ്റുന്നതായ പാപങ്ങളുണ്ട്. അത് വിട്ടുപോകാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെയും നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന അനേകം പാപങ്ങൾ നിസാരമെന്ന് കണ്ടുകൊണ്ട് നാം ജീവിക്കുന്ന പാപം, അതാണ് മുറുകെ പറ്റുന്നതായ പാപം. ചില പാപങ്ങളൊക്കെ നമ്മൾ പറയും, ഇന്ന പാപം ചെയ്താൽ അത് ശരിയല്ല, ഇന്നത് ചെയ്താൽ ഇന്നത്, അതൊക്കെ വലിയ പാപങ്ങളുടെ കൂടെ. എന്നാൽ ഓരോ ചെറിയ പാപങ്ങളും മുറുകെ പറ്റുന്നതായ പാപമാണ്. അത് വിട്ടുകളഞ്ഞിട്ട് മുൻപോട്ട് ഓടിയെങ്കിൽ മാത്രമേ നമുക്ക്
ഇളകാത്ത രാജ്യം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇളകാത്തതായ രാജ്യം പ്രാപിക്കുവാനായിട്ട് ഞാനും നിങ്ങൾ ഓടുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സകല ഭാരവും നമ്മുടെ കർത്താവിനുള്ളതാണ്. മാത്രമല്ല, നമ്മെ മുറുകെ പറ്റുന്നായ സകല പാപങ്ങളും വിട്ടുകളഞ്ഞിട്ട് നമുക്ക് ഓടണം. നമ്മൾ ഈ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയെ കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ മിസ്രയീമിലുള്ള സകലവിധമായ സമ്പത്തുകളും വിട്ടുകളഞ്ഞിട്ട് ഫറവോന്റെ പുത്രി എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ട് അവൻ ആ സമ്പത്തുകളൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് തന്റെ ജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. അതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് സകലവിധമായ ഭാരങ്ങളും സകലവിധമായ പ്രയാസങ്ങളും വിട്ടുകളഞ്ഞുകൊണ്ട് മുറുകെ പറ്റുന്ന പാപത്തെ വിട്ടുകളഞ്ഞ് മുൻപോട്ട് ഓടുമെങ്കിൽ മാത്രമേ ഇളകാത്തതായ രാജ്യം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇളകുന്ന രാജ്യത്തിൽ നാം വസിക്കുമ്പോൾ ഇളകാത്തതായ രാജ്യം നമുക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ സകല പാപവും വിട്ടിട്ടോടണം, സകലവിധമായ പ്രയാസങ്ങളും വിട്ടിട്ടോടണം, സകല ഭാരങ്ങളും കർത്താവിൽ വെച്ചുകൊണ്ട് ഓടണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമുക്ക് പറയുവാനായിട്ടുള്ളത്, ഈ ഓട്ടം നമുക്ക് സ്ഥിരതയോട് ഓടുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ധന്യനായ പൗലോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ അവിടെ തന്റെ അവസാന നിമിഷങ്ങളിൽ താൻ പറയുന്ന ഒരു വാക്യം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. താൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. അത്ര മനോഹരമായ ഒരു വാക്യഭാഗമാണത്. തന്റെ ജീവിതത്തിൽ താൻ തന്റെ അന്ത്യ സമയത്തോട് അടുക്കുമ്പോൾ താൻ പറയുകയാണ്, തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയവെച്ച ഏവർക്കും കൂടെ തന്നെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തരും ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ നമുക്ക് ഈ നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ട് നമ്മുടെ സകല ഭാരങ്ങളും വിട്ടുകൊണ്ട്, സകല പ്രതികൂലങ്ങളും വിട്ടുകൊണ്ട്, മുറുകെപ്പറ്റുന്ന പാപങ്ങളെ വിട്ടുകൊണ്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് നമുക്ക് പൗലോസിനോട് ചേർന്ന് പറയുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? നാം ജീവിച്ചിരിക്കുമ്പോഴാണ് ആ വാക്യഭാഗത്തിന് അർത്ഥമുണ്ടാകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുവെന്ന് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ ഇപ്പൊ നമുക്ക് കാണുവാനായിട്ട് ഇതൊക്കെ പലരും മരിച്ചു കഴിയുമ്പോഴാണ് ഇത് നമുക്ക് കേൾക്കുന്നത്. മരിച്ചു കഴിയുമ്പോഴാണ് പറയുന്നത്, ഇവൻ നല്ല പോർ പൊരുതു, ഇവൻ ഓട്ടം തികച്ചവനാണ്, ഇവൻ വിശ്വാസം കാത്തവനാണ്. എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ, നാം ജീവിച്ചിരിക്കുമ്പോൾ ധൈര്യത്തോടു കൂടി നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? ഞാൻ നല്ല ഓട്ടം ഓടി, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നുള്ള ധൈര്യത്തോടു കൂടി പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീർന്നെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ഓട്ടം നമുക്ക് സ്ഥിരതയോടുകൂടി ഓടണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു കാര്യം കൂടെ ചെയ്യണമെന്ന് ഇവിടെ ലേഖനകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു. അതിന്റെ 2-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. അപ്പോൾ നമ്മളിവിടെ കാണുന്നത്, നമ്മുടെ ഓട്ടക്കളത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ മുമ്പോട്ട് ഓടുകയാണ്. ഇളകാത്ത രാജ്യം പ്രാപിക്കാനായിട്ട് ഓടുമ്പോൾ ഇവിടെ പറയുന്ന കാര്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടുക. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ ആദ്യമായിട്ട് കണ്ടത് സകല ഭാരവും മുറുകെ പറ്റുന്നതായ പാവവും വിട്ടിട്ട് ഓടണം. അപ്പോൾ ഇവിടെ ലേഖനകർത്താവ് പറയുകയാണ്, എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് യേശുവിനെ നോക്കിക്കൊണ്ട് നീ ഓരോ ദിവസവും ഓടണം. കാരണം എന്താണ്? ഈ യേശുവിനെ നോക്കിക്കൊണ്ട് നാം ഓടിയില്ല എങ്കിൽ ജീവിതത്തിൽ നാം പരാജയപ്പെട്ടു പോകും. നമ്മുടെ ഓട്ടത്തിന്റെ നായകൻ അവനാണ്, നമ്മുടെ നായകൻ. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്, പൂർത്തി വരുത്തുന്നതായ ദൈവമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും അവനെ നോക്കിക്കൊണ്ട് ഓടുവാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാധിച്ചെങ്കിൽ എത്രയോ ധന്യമായ കാര്യമാണത്. വിശ്വാസത്തിന്റെ നായകനായ കർത്താവിനെ നോക്കിക്കൊണ്ട് വരുന്ന ദിവസങ്ങൾ ഓടുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. അവരെ നോക്കിക്കൊണ്ട് നമ്മൾ ഓട്ടം ഓടേണ്ടതായ ആവശ്യകതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നാം മറ്റുള്ളവരെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം ഓടുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കുവാറുണ്ട്. സഭയിലുള്ള ചില ആൾക്കാരെ നമ്മൾ നോക്കിക്കൊണ്ട് ഓടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിശ്വാസബോധത്തിലുള്ള പലരെയും നോക്കിക്കൊണ്ട് ഓടുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കുന്നവരാണ്. നമ്മുടെ മാതൃകാ പുരുഷന്മാരായിട്ട് അല്ലെങ്കിൽ മാതൃകയായിട്ട് ചില വ്യക്തികളെ നാം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നാൽ അങ്ങനെയല്ല ഇവിടെ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും
പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റാരും നമുക്ക് നോക്കുവാനായിട്ട് കഴിയില്ല. അവരൊക്കെയും അവരുടെ ജീവിതത്തിൽ കുറവുകളുള്ളവരാണ്, അവരുടെ ജീവിതത്തിൽ പരാജയങ്ങളുള്ളതാണ്. എന്നാൽ ഒരു വിശ്വാസിക്ക് നോക്കുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്കല്ലാതെ, അവനെ നോക്കിക്കൊണ്ടുള്ള യാത്രയല്ലാതെ അവന്റെ വിജയത്തിലേക്ക് കരയേറി പോകാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ഈ വാക്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിന്റെ നായകനായ നമ്മുടെ കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ട് ഒരു വിജയകരമായ ജീവിതം നയിച്ചുകൊണ്ട് ആ നിലയിൽ അവൻ നമ്മുടെ ഓട്ടം ഓടി പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, താഴോട്ട് നാം വായിക്കുന്നത് താഴെ നാം വായിക്കുന്ന വേറൊരു ഭാഗം കൊണ്ടുണ്ട്. അത് വായിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. അപ്പോൾ നാം കണ്ടു, സകല ഭാരവും വിട്ടിട്ട് നാം ഓടണം, സകല പാപവും വിട്ടിട്ട് നാം ഓടണം. യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട്, അഥവാ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നാം ഓടണം. അത് അടുത്തായിട്ട് പറയുകയാണ്, നിങ്ങൾ അവനെ ധ്യാനിച്ചുകൊണ്ട് ഓടേണ്ടതായ ആവശ്യകതയുണ്ട്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് ഓടണം എന്ന് പറയുന്നത്? ജീവിതത്തിന്റെ പലവിധമായ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ, പലവിധമായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരുവനെ നാം ധ്യാനിക്കേണ്ടതായ ആവശ്യകതയുണ്ട്. ഏതെല്ലാം പ്രശ്നങ്ങൾ കൂടി ഞാനും നിങ്ങളും കടന്നു പോകുന്നുണ്ട്. ആ സമയത്തൊക്കെയും നമ്മുടെ ജീവിതയാത്ര ഏറ്റവും സുഖകരമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ കർത്താവിനെ ഓരോ ദിവസവും ധ്യാനിക്കണം. അവനെ നോക്കി ഓടുക എന്ന് മാത്രമുള്ളതല്ല, അവനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഓടുവാനായിട്ട് കഴിയണം. അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എത്രമാത്രം നാം ഈ ഒരു വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ നാം അന്വർത്ഥമാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കർത്താവിനെ നോക്കിക്കൊണ്ട് ഓടുവാൻ മാത്രമല്ല, അവനെ ധ്യാനിച്ചുകൊണ്ട് ഓരോ ദിവസവും അവനെ ധ്യാനിച്ചുകൊണ്ട് ഓടുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ ഇവിടെ പറയുന്നത്, ഈ കർത്താവിനെ ഓരോ ദിവസവും ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഓടിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോവാതിരിപ്പാൻ അവനെ ധ്യാനിച്ചു കൊള്ളണം. ഈ ഓട്ടക്കളത്തിൽ പലവിധമായ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നാം ക്ഷീണിച്ച് മടുത്തു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിശ്വാസ ലോകത്തിൽ ക്ഷീണിച്ച് മടുത്തു പോകാനായിട്ടുള്ള അനേക കാര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നും രണ്ടും കാര്യങ്ങളല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനേക പ്രതിബന്ധങ്ങളാണ്, അനേക പ്രയാസങ്ങളാണ്, അനേക രോഗങ്ങളാണ്, അനേക ദുഃഖങ്ങളാണ്. ഇതിനൊക്കെയും മറികടന്നുകൊണ്ട് മുൻപോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചതായ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവനെ നിത്യവും ധ്യാനിച്ചുകൊണ്ട് ഓടണമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ എപ്പോഴൊക്കെ നമ്മൾ നോക്കണം. ജീവിതത്തിന്റെ ഏതെല്ലാം പ്രയാസങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും, ജീവിതത്തിന്റെ വലുവെഴുത്തതായ അവസ്ഥകൾ കൂടി കടന്നു പോകുമ്പോഴും ഒരിക്കലും മുൻപോട്ട് പോകുവാൻ വഴിയില്ലാതെ നാം ഭാരപ്പെടുന്ന അവസരങ്ങളിലൊക്കെയും, ഇനി വേറൊരു വഴിയും നമ്മുടെ മുൻപിലില്ല എന്ന് നാം ചിന്തിക്കുന്ന അവസരങ്ങളിലൊക്കെയും, ജീവിതത്തിൽ ഒരിക്കലും നനയ്ക്കാത്തതായ കാര്യങ്ങൾ, നമ്മുടെ ശ്രദ്ധയിൽ ഒരിക്കലും പെടാത്തതായ, നമ്മുടെ ചിന്തയിൽ പോലും വരാത്തതായ കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇവിടെയൊക്കെയും പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതായ സമയങ്ങളിലൊക്കെയും യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ, ആ കർത്താവിനെ നാം നോക്കിക്കൊണ്ട് ഓടുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുന്ന ഇവിടെ ഈ ലേഖന കർത്താവ് വേണ്ടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെയും കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം ഓടുവാൻ തക്കവണ്ണം, കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ഓടുവാൻ തക്കവണ്ണം, സകല ഭാരവും അവന് മേൽ വെച്ചുകൊണ്ട് ഓടുവാൻ തക്കവണ്ണം, മുറുകെ പറ്റുന്ന ഭാവങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ മുൻപോട്ട് ഓടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അതാണ് ഇവിടെ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നാം കാണുവാനായിട്ട് കഴിയുന്നത്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായിട്ട് ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. എത്രമാത്രം ഗൗരവേറിയ ഒരു വാക്യഭാവമാണ് ഇവിടെ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നത്. ഇളകാത്ത രാജ്യം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം ഇളകുന്ന രാജ്യത്ത് നാം വസിക്കുമ്പോൾ, ഇളകാത്ത ഒന്നിനു വേണ്ടി നാം പ്രത്യാശിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, നാം ഇവിടെ പറയുന്നത്, നിങ്ങൾ നന്ദിയുള്ളവരായിട്ട് ജീവിക്കണം. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം ജീവിക്കാൻ തക്കൊണ്ട് ദൈവം നമ്മെ സഹായിക്കും. എത്രമാത്രം നാം ആ കാര്യത്തിൽ നാം എത്രമാത്രം ഉത്സുകരാണ്,
ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും പ്രതിബന്ധങ്ങൾ കൂടി കടന്നു പോകുമ്പോഴൊക്കെയും ദൈവം നമ്മെ താങ്ങി നടത്തിയ ആ കാര്യങ്ങളൊക്കെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവാണത്. നമ്മൾ ഓരോ ദിവസവും കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നന്ദിയുള്ളവരായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക. അത് മാത്രമല്ല, നമ്മളിവിടെ കണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ക്ഷീണിച്ച് മടുത്തു പോകരുത്. ക്ഷീണിച്ച് മടുത്തു പോകാതെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളൊക്കെയും ആ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, വരുന്ന ദിവസങ്ങളൊക്കെയും ആ രീതിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും നമ്മൾ ജീവിക്കാൻ തക്കവണ്ണം നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. അത് മാത്രമല്ല, ഇവിടെ നാം കാണുവാനായിട്ട് കഴിയുന്നത് എന്നാണ്, നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. ഭക്തിയോടുകൂടി ജീവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഭയത്തോടുകൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? എത്രമാത്രം ഭക്തി നമ്മുടെ ജീവിതത്തിലുണ്ട്? ഓരോ ദിവസം അഥവാ ഞായറാഴ്ച കടന്നു വരുമ്പോൾ മാത്രമുള്ള ഒരു ഭക്തിയാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ കാര്യമാണത്. എല്ലാ ദിവസവും ഭക്തിയോടുകൂടി, എല്ലാ ദിവസവും ദൈവഭയത്തോടുകൂടി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഭക്തിയോടും ഭയത്തോടും കൂടി ജീവിക്കുക. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന. ആ നിലയിൽ വരുന്ന ദിവസങ്ങളൊക്കെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത് മാത്രമേ ഏറ്റവും ഒടുവിലായിട്ട് അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയെന്നു. അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. പലപ്പോഴും നാം ഈ വാക്യങ്ങളൊക്കെയും വെറുതെ വായിച്ചു വിടുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും ഒടുവിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയെന്നു. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും, നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്നുള്ളത് ആ യാഥാർത്ഥ്യം ഞാനും നിങ്ങളും പറഞ്ഞു പോകരുത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്നുകൂട്ടുള്ള സകല കുറവുകൾക്കും, സകലവിധമായ പാപങ്ങൾക്കും, സകലവിധമായ വാക്കുകൾക്കും ദൈവസന്നിധി നാം കണക്ക് ബോധിക്കുക. കർത്താവ് ക്ഷമിക്കുമെന്നാൽ തന്നെ അത് ആ ദിവസത്തിൽ നാം അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതാണ് നമുക്കിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഭയത്തോടും ഭക്തിയോടും കൂടി ജീവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്നവനായ ദൈവമാണ്. ആ ദൈവത്തിന് മുൻപിൽ ഭക്തിയോടും ഭയത്തോടും കൂടി ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഈ നിലയിൽ നമുക്ക് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഭാഗ്യം തന്നു. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഈ രാജ്യത്തെ കടന്നു വരുവാനായിട്ട് നമുക്ക് അവസരം ദൈവം നൽകി. ഇവിടെയുള്ള നന്മകളൊക്കെ അനുഭവിപ്പാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകി. എന്നാലും എത്രമാത്രം ഭക്തിയോടും എത്രമാത്രം നന്ദിയോടും കൂടി നാം ദൈവസന്നിധിയിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടതായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, നമുക്കൊരു ഇളകാത്ത രാജ്യം നാം പ്രാപിക്കാനായിട്ട് പോകുകയാണ്. നാം വസിക്കുന്ന ലോകം ഇളകുന്ന ലോകമാണ്, പ്രശ്നങ്ങളുള്ളതായ ലോകമാണ്. ഈ ലോകത്തിൽ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ തക്കവണ്ണം സകല ഭാരവും വിട്ടിട്ട് നമുക്ക് ഓടാം. പുറകെപ്പറ്റുന്ന പാവങ്ങളെ വിട്ടിട്ട് നമുക്ക് ഓടാം. നമ്മുടെ മുൻപിൽ നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ തക്കവണ്ണം നമ്മുടെ മുൻപിൽ നാം വെച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയൊക്കെ വിട്ടുകൊണ്ട്, ഏതെല്ലാം പ്രതിബന്ധങ്ങൾ നമ്മളെ അലട്ടുന്നുവെങ്കിൽ അതൊക്കെ വിട്ടുകൊണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ എല്ലാ ദിവസവും ഓരോ നിമിഷങ്ങളും കർത്താവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് മാത്രമല്ല, ഭക്തിയോടും ഭയത്തോടും കൂടി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന. അതുകൊണ്ട് ഈ ഓട്ടക്കളത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് നല്ല പോരാട്ടം പോരാടിക്കൊണ്ട് ജീവിതത്തിൽ കൂടുവാൻ തക്കൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അതിനായിട്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മെ ഒരുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ആത്മീയ ഗീതത്തിലെ ഒരു പാട്ടിന്റെ ചില വരികൾ കൂടെ പാടി നമുക്ക് ദൈവത്തെ മോശപ്പെടുത്താം. ആത്മീയ ഗീതങ്ങളെ 929 പാട്ടിന്റെ ചില വരികൾ മാത്രം നമുക്ക് പാടാം. 921 നല്ല പോരാട്ടം പോരാടി
ഓട്ടം ഓടിടാന്നുള്ള പാട്ട് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുന്നു. ദൈവനാമം ഈ വചനങ്ങളാണെന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്.